Hello, dear students. In this class, let us discuss Europe before the First World War. So, what were the circumstances that prevailed in Europe before 1914? That's what we're going to analyze. What were the causes which led to the First World War? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആദ്യത്തെ വേൾഡ് വാർ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us see ഫസ്റ്റ് ദ പീരിയഡ്. ഏതൊരു വർഷമാണ് നടന്നിട്ടുള്ളത് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ജനറൽ ഇൻട്രഡക്ഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. ദാറ്റ് ഇസ് 1914. ഇറ്റ് ബിഗാൻ ഇൻ 1914, എൻഡഡ് ഇൻ 1918. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു വേൾഡ് വാർ അല്ലെങ്കിൽ ഗ്ലോബൽ വാർ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് വാസ് ഫോട്ട് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ. ഇറ്റ് വാസ് ഫോട്ട് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ. ദാറ്റ് മീൻസ് this war was fought in almost all the countries of the world on a global scale encompassing Europe, Asia, Africa and the Pacific. US also participated. ഇനി ഇതിനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമാവുന്നത്? Did it really originate in other parts of the world too? അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് വാസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് യൂറോപ്യൻ മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ അഫെയർസ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കം അല്ലെങ്കിൽ സ്റ്റോം സെൻറ്റർ അല്ലെങ്കിൽ തുടക്കം ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? യൂറോപ്പാണ്. യൂറോപ്യൻ പോളിറ്റിക്സ് റിസൾട്ടഡ് ഇൻ സിറ്റുവേഷൻ വേർ ലോട്ട്സ് ഓഫ് chaos were there which resulted in this war. അപ്പോൾ യൂറോപ്യൻ പോളിറ്റിക്സ്, യൂറോപ്യൻ റൈവൽറീസ്, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം, അവർ തമ്മിലുള്ള വടംവലി, എന്താ പറയുക, അധികാര വടംവലി, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അങ്ങനത്തെ പല കാര്യങ്ങളുമാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദാറ്റ് വേ യു ക്യാൻ സീ ഹൗ ഇറ്റ് വാസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് യൂറോപ്യൻ റൈവൽറീസ്. ഓക്കെ, ലെറ്റ് us see the next slide. ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു വാർ അത് ഉണ്ടാകുന്നതിൻ്റെ പിന്നാമ്പുറത്തിലെ കഥേനെ പറ്റിയിട്ടാണ്. സോ ബൈ നൗ യു നോ ലൈക്ക് ഹൗ ബൈ 1870s ഇറ്റലി വാസ് ക്രിയേറ്റഡ്, ഹൗ ജർമ്മനി വാസ് ക്രിയേറ്റഡ് 1871 ആയപ്പോഴേക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള പീരീഡിൽ വന്ന മാറ്റമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇറ്റലി ഉണ്ട് ഒരു ഭാഗത്ത്, ജർമ്മനി ഉണ്ട് ഒരു വേറെ ഭാഗത്ത്. ഈ സമയമാകുമ്പോഴേക്കും എല്ലാ രാജ്യങ്ങളും വ്യവസായ വിപ്ലവം അതിൻ്റെ ഏറ്റവും ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയാണ്, ഏറ്റവും ഉയർന്ന ഒരു തലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിപ്ലവം ആൾക്കാരെ കൂടുതൽ എന്താക്കി? കൂടുതൽ ദേ വോണ്ടഡ് മോർ ആൻഡ് മോർ നാച്ചുറൽ റിസോഴ്സസ്. കൺട്രീസ് വോണ്ടഡ് മോർ പ്രോസ്പെറിറ്റി. അപ്പോൾ ആഗ്രഹം എന്നുള്ളത് അത്യാഗ്രഹത്തിലേക്കായി മാറുകയാണ്. അപ്പം ദേ വോണ്ടഡ് റോ മെറ്റീരിയൽസ് ടു ഫീഡ് ദെയർ ഫാക്ടറീസ്. They wanted markets where they could sell their finished products. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളനീസ് ഒന്നുകൂടെ വികസിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ കോളനി ഏതാണ്, ഏറ്റവും വലിയ മാർക്കറ്റ് എവിടെയാണ്, അതാണ് അവരുടെ താല്പര്യം. So that resulted in rivalry, capitalist rivalry, desire to expand more horizons of their empire, and that led to again a race for overseas possessions. So നേരത്തെ ഉണ്ട് കേട്ടോ, we've discussed colonialism, imperialism, etc. earlier, but then by this time you have to know that situation became more and more serious. ഓക്കെ, വേറൊരു കാരണം അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. യു ക്യാൻ സീ ഹൗ ജർമനോഫോബിയ ബിക്കെയിം എ മേജർ റീസൺ. വാട്ട് ഇസ് ജർമനോഫോബിയ? ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെങ്കിലും നമ്മൾ ഭയപ്പെടുവാണെങ്കിൽ, വെള്ളത്തിനെ ഭയപ്പെടുവാണെങ്കിൽ ഒരു ഫോബിയാണ് വെള്ളത്തോടുള്ള. ജർമ്മനിയെ ഭയപ്പെടുന്ന അവസ്ഥയാണ് ഇവിടെ ജർമനോഫോബിയ. അതെന്തായിരിക്കും കാരണം? 1871 ജർമ്മനി was created. അതിനുശേഷം ജർമ്മനിക്ക് ഒരു തിരിച്ചുപോക്കില്ല. യു നോ ഹൗ ബിസ്മാർക്ക് ഹാഡ് മെയ്ഡ് ജർമ്മനി എ വെരി പവർഫുൾ നേഷൻ. മിലിറ്ററി സ്ട്രെങ്ത് ഒക്കെ കൂട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഇതുവരെ ഒരു റേസിലില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഇതുവരെയുള്ള പ്ലെയേഴ്സ് ആയിരിക്കും മെയിനായിട്ടും യൂറോപ്പിലുള്ളവർക്കെങ്കിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഒക്കെയാണ്, പോർച്ചുഗലൊക്കെ. അപ്പോൾ ഇംഗ്ലണ്ട് നമുക്കറിയാം ബൈ ദിസ് ടൈം ഹാഡ് ക്രിയേറ്റഡ് സച്ച് എ ഹ്യൂജ് എംപയർ വിച്ച് വാസ് അറ്റ് ദാറ്റ് പീരിയഡ് നോൺ ആസ് എംപയർ വെയർ ദ സൺ നെവർ സെറ്റ്സ്. അത്ര ഗ്ലോബിൻ്റെ എല്ലാ ഭാഗത്തും അവർക്ക് ഒരു കോളനി ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഇടയിലേക്കാണ് പുതിയൊരു രാജ്യം വരുന്നത്, ജർമ്മനി. അപ്പം ജർമ്മനിയോട് ഇവർക്കൊക്കെ ദേഷ്യമാണ്. ദേ ഓൾവേസ് ഹാവ് ദ ഇൻസെക്യൂരിറ്റി. ജർമ്മനി കൂടെ ഞങ്ങളുടെ കോളനി ആക്രമിക്കുമോ? വിൽ ജർമ്മനി ട്രൈ ടു ഹാവ് ബെറ്റർ കോളനീസ് ദൻ അസ്?
ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. സോ ദാറ്റ് ഇൻസെക്യൂരിറ്റി വാസ് എ മേജർ റീസൺ. ദാറ്റ് ഈസ് വാട്ട് യു ക്യാൻ കോൾ ആസ് ജർമനോഫോബിയ, ഫിയർ, സസ്പീഷൻ ഓഫ് ജർമ്മനി. പിന്നെ ജർമ്മനി പറ്റി പറയുകയാണെങ്കിൽ തിരിഞ്ഞു പോക്കില്ല എന്ന് പറഞ്ഞു. ദേ വർ സോ പവർഫുൾ ദാറ്റ് ദേ ഹാഡ് എ വെരി പവർഫുൾ, ദേ ഹാഡ് സച്ച് എ സ്ട്രോങ് ആർമി. ഇക്കോണമി ആണെങ്കിൽ വളരെ ഡെവലപ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ദേ വെയർ ഓൾസോ ഇൻ എ പൊസിഷൻ ടു എക്സ്പാൻഡ്. And Germany had intentions to become a part of the rat race for colonies. ജർമ്മനിക്കും താല്പര്യം ഉണ്ടായിരുന്നു. വൈ നോട്ട് അസ് എന്നാണ് അവരുടെ ചോദ്യം. ഇതുവരെ അവരുണ്ടായിരുന്നില്ലല്ലോ, ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കോളനീസ് ഉണ്ടാക്കി. സോ സച്ച് റൈവലറീസ് റിസൾട്ടഡ് ഇൻ വാട്ട് യു കെൻ കോൾ ആസ് ന്യൂ ഇംപീരിയലിസം, ബിക്കോസ് ഇറ്റ് വാസ് മെയിൻലി ബിക്കോസ് ഓഫ് ജർമനോഫോബിയ. ആൻഡ് ന്യൂ ഇംപീരിയലിസം ഇത് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു എന്താ പറയുക, അവർ തമ്മിലൊരു റൈവലറി ആയി മാറി റിഗാർഡിങ് കോളനീസ്, ന്യൂ ഇംപീരിയലിസം. ഇനി വേറെ പറയാൻ നമുക്ക് അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജർമ്മനി ആയാലും ഇറ്റലി ആയാലൊക്കെ തന്നെ നമുക്കറിയാം വാട്ട് വാസ് എ മേജർ ഫാക്ടർ വിച്ച് ബ്രോട്ട് ദീസ് ഡച്ചീസ് ടുഗെദർ. ഐ ടോൾഡ് യു, നാഷണലിസ്റ്റിക് ഫീലിംഗ് എന്ന് പറയുന്ന ഒരു വികാരം അവർക്ക് വരുന്നുണ്ട്, ദേശീയ ബോധം. എൻ്റെ രാജ്യം അത് ഒരു ഓവർ ആയി എന്ന് പറയാം. എല്ലാ ജർമ്മനി മാത്രമല്ല മിക്ക രാജ്യങ്ങളിലും അത് ഓവറായി. ലൈക്ക് വി നോ വെൻ നാഷണലിസം ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഇസ് ഗുഡ്. ദേശസ്നേഹം, പെട്രിയോട്ടിസം ഒക്കെ നല്ലതാണ്. പക്ഷേ വെൻ ഇറ്റ് ക്രോസസ് എ ലിമിറ്റ് ഇറ്റ് ബിക്കംസ് ജിംഗോയിസം. അപ്പോഴാണ് നമുക്കത് ഇറ്റ് ബിക്കംസ് ഡേഞ്ചറസ്. സോ ഹിയർ ആഫ്റ്റർ 1870s യു ക്യാൻ റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് ജിംഗോയിസം വിച്ച് വാസ് ദെയർ very much, and that found its expression in the racial character too. പിന്നെ ഈ കാലഘട്ടത്തിൽ എഴുത്തുകാരെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു നോ ദ ലിറ്ററേച്ചർ റിട്ടൺ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ബിക്കം ഷോവനിസ്റ്റിക്. അപ്പം ഞാൻ ഒരു ഇംഗ്ലണ്ടിൽ ജനിച്ച ആളാണെങ്കിൽ ഐ ട്രൈ ടു ഗ്ലോറിഫൈ മൈ കൺട്രി. ഓക്കെ, എൻ്റെ രാജ്യം, മൈ കൺട്രി ബെസ്റ്റ് എന്നതാണ് എൻ്റെ എഴുത്തിൽ കൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഹിയർ യു മസ്റ്റ് സ്റ്റഡീഡ് അബൌട്ട് റഡിയർഡ് കിപ്ലിംഗ്. മൗഗ്ലി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ട ആളാണ് റഡിയർഡ് കിപ്ലിംഗ്. അദ്ദേഹത്തിന് എഴുതിയ പ്രധാനപ്പെട്ട ഒരു പോയമാണ് വൈറ്റ് മെൻസ് ബേർഡൻ. ഇതിൻ്റെ കവിതയുടെ പേര് വായിച്ചത് വൈറ്റ് മെൻസ് ബേർഡൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് ഇൻ ഫാക്ട് the responsibility or burden of the whites to refine, to educate the primitive barbarians, blacks and browns of Asia and Africa. കറുത്ത വർഗ്ഗക്കാരായ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അബോർജിൻസ് ട്രൈബൽ സാധാരണ ആൾക്കാരെ അവരെ കളിയാക്കിക്കൊണ്ട് എഴുതുന്ന ഒരു രീതിയാണ് ഹാഫ് സോളൻ, ഹാഫ് ഡെവിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം അവരെ ക്രിസ്ത്യൻസ് ആക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ എന്താണ് വൃത്തി ഹൈജീൻ പഠിപ്പിക്കുക, റിഫൈൻഡ് ആക്കുക എന്നുള്ള ജോലിയാണത്. അപ്പം ഞങ്ങൾക്കിതൊരു ബേർഡനാണെന്നാണ് പറയുന്നത് റഡിയർഡ് കിപ്ലിംഗ്. ഇതിൻ്റെ പിറകിൽ നടക്കുന്ന ചൂഷണത്തിന് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. It was actually exploitation that was happening, but then he tried to portray, he tried to justify colonialism and imperialism by saying that it was in fact the burden of the whites to refine, educate the blacks and browns of the colonies. So such literature was largely seen, and example is Rudyard Kipling's White Men's Burden. ഇനി അടുത്തത് അലയൻസ് സിസ്റ്റം. അലയൻസസ് നമുക്കറിയാം, നമ്മളെപ്പോഴും ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗെദർ എന്ന് പറയാം. നമ്മളെപ്പോഴും ആരാണ് ഫ്രണ്ട്സ് ആവുക, നമ്മൾ ഒരേ താല്പര്യമുള്ള ആൾക്കാരാണ് ഫ്രണ്ട്സ് ആവുക. അപ്പോൾ ഇവിടെ ഫിയർ ആൻഡ് സസ്പീഷൻ, ഇപ്പോൾ ജർമ്മനീനെ വേറൊരു രാജ്യത്തിന് ഇംഗ്ലണ്ടിനെ പേടി, ഫ്രാൻസിന് വേറൊരു രാജ്യത്തിന് പേടി. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേടിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ദേ സ്റ്റാർട്ടഡ് ഓർഗനൈസിങ് അലയൻസ് ഗ്രൂപ്പ്സ്. അതിനാണ് അലയൻസസ് എന്ന് പറയാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, യു മൈറ്റ് ഗെറ്റ് ഇറ്റ് ഫോർ എക്സാം. 1882 ട്രിപ്പിൾ അലയൻസ് വാസ് ഫൗണ്ട്. ജർമ്മനിയാണ് ഒരു രാജ്യം, ഓസ്ട്രിയ ഹംഗറി വാസ് എ സെക്കൻഡ് വൺ, തേർഡ് കൺട്രി വാസ് ഇറ്റലി. ഓക്കെ, ഇതൊരു സീക്രട്ട് അഗ്രിമെൻ്റ് ആണ്, സീക്രട്ട് അലയൻസസ്, അലയൻസ് സിസ്റ്റം എന്ന് പറയാം. ഇതിന് മറുപടിയായിട്ട് അപ്പം ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കും. ദേ ഓൾസോ ഗോട്ട് ദ ഇംപ്രഷൻ, ദേ ന്യൂ ദാറ്റ് ജർമ്മനി വാസ് forming alliances, so they also did not keep quiet. That led to the formation of Triple Entente, ENTE. Triple Entente is a French word, Triple Entente. ഈ ഒരു സംഭവം നടക്കുന്നത് 1997 ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യയാണ് ഇത് വരുന്നത്. ട്രിപ്പിൾ അന്തത്തെ, ട്രിപ്പിൾ അലയൻസ്. യു ക്യാൻ സി ടു അലയൻസസ്. ഇതുകൂടാതെ ഡുവൽ അലയൻസ് ഉണ്ട്, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, അങ്ങനെ ചെറിയ ചെറിയ അലയൻസുകൾ വേറെയുണ്ട്. സോ ദീസ് വർ ഓൾ സീക്രട്ട് അഗ്രീമെൻറ്റ്സ്. എന്താണ് അഗ്രീമെൻറ്റ്സിൻ്റെ ഉദ്ദേശം? എന്നെ വേറെ റഷ്യ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ യു ബി വിത്ത് മീ, വെൻ ഇംഗ്ലണ്ട് അറ്റാക്സ് യു ഐ ബി വിത്ത് യു എന്നുള്ളൊരു പരസ്പര ധാരണയാണ് ഉണ്ടാക്കുന്നത്. ദിസ് അലയൻസ് സിസ്റ്റം aggravated or furthered fear, suspicion and doubt
അത്തരത്തിലൊരു മൊത്തം ഒരു എന്താണ് ഒരു സംഘർഷം നിറഞ്ഞൊരവസ്ഥ അതാണ് കാണാൻ പറ്റിയിരുന്നത്. സംഘർഷഭരിതമായിരുന്നു കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് മിലിറ്ററിസം. മിലിറ്ററിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ യു ഹാവ് that fear that you would be attacked by another country, നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കഴിയുന്നത് നമ്മളുടെ മിലിറ്ററി മെച്ചപ്പെടുത്താൻ നോക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വി മേക്ക് എ ഹ്യൂജ് ഫോഴ്സ്. ഓക്കെ, എല്ലാ കരയിലും കടലിലും ഒക്കെ ആകാശത്തൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ വലിയ ഫോഴ്സ് നമ്മൾ ഉണ്ടാക്കും. അതുകൂടെ നമ്മൾ എന്ത് ചെയ്യും? വി കളക്ട് ഡ്രെഡ്ഫുൾ വെപ്പൺസ്, ഹാർംഫുൾ ആയിട്ടുള്ള ബോംബ്, അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. എന്തിനാണ്? വേറെ രാജ്യത്തിനെ അറ്റാക്ക് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഡിഫെൻസ് പർപ്പസ്, അവർ നമ്മളെ അറ്റാക്ക് ചെയ്താൽ തിരിച്ചിടാനായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ദി ഓൾ സ്റ്റാർട്ടഡ് മേക്കിംഗ് ഹ്യൂജ് ആർമി. ഇതിൻ്റെ പറയുന്ന പ്രധാനപ്പെട്ട റീസൺ, ജർമ്മനി ബൈ ദിസ് ടൈം ഹാഡ് എ വെരി സ്ട്രോങ് ആർമി. സോ ദി അതർ കൺട്രീസ് വെർ സോ സ്കെയർഡ് that Germany would attack them. So they also started making huge armies. Moreover, they started piling ammunition, weapons, collections of arms and ammunition. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി, ഇത്തരത്തിലുള്ളൊരു മിലിറ്ററിസം എന്ന് പറയുന്നതിനോടുള്ളൊരു താല്പര്യം, ആ ഒരു പ്രേരണ, ദാറ്റ് ഇൻഫാക്ട് thwarted all efforts for peace. പീസ് എന്ന് പറയുന്ന ആശയം that was thrown to the air. Okay, that was, nobody in fact talked about that. എല്ലാ രാജ്യങ്ങളും പറഞ്ഞിരുന്നത് ദേശസ്നേഹം എന്നുള്ള പേരിൽ they tried to boost war efforts. People, soldiers were considered as heroes. അത്തരത്തിലുള്ള ഒരു മിലിറ്ററിസം എന്ന് പറയുന്ന ഒരു ആശയം കൂടുതലായിട്ട് ഉണ്ടായെന്നുള്ളതാണ്. പിന്നെ വേറെ പ്രസ്സിൻ്റെ റോള് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് ജനറേഷനിൽപ്പെട്ട ആൾക്കാരും നമുക്കറിയാം പ്രസ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ദറ്റ് ഈസ് അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ദറ്റ് ഈസ് മേജർ റോൾ വാസ് പ്ലേഡ് ബൈ ദ ന്യൂസ് പേപ്പേഴ്സ്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണെങ്കിൽ വോട്ട് ദേ ഡു, അവരുടെ രാജ്യത്തിനെ പൊലിപ്പിച്ച് കാണിക്കുക, മറ്റുള്ള രാജ്യത്തിനെ ചെറുതാക്കി കാണിക്കുക. അപ്പോൾ അത്തരത്തിൽ പോയിസണിങ് ബൈ ദ പബ്ലിക്, പോയിസണിങ് ബൈ ദ ന്യൂസ് പേപ്പേഴ്സ്, ദാറ്റ് വാസ് സീൻ. പബ്ലിക് ഒപ്പീനിയൻ അവർ കാര്യമായിട്ട് സ്വാധീനിക്കുന്നതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. They misrepresented events, they inflamed nationalistic feelings, and you can see how the press was totally what you can call as a jingoistic press. നാഷണലിസം അല്ല, ജിങ്കോയിസം എന്ന് പറയുന്ന തരത്തിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. So the poisoning by the press also played a very important role. കാരണം വളരെയധികം വാർത്തകൾ അവർ തിരിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് മിസ്റിപ്രസൻറ്റേഷൻ നടത്തുക എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. Okay, last, this is how generally the situations were there in Europe before the World War. This is a map for you where you can see the countries marked in green. They formed the Allies. അതാണ് ഒരു ഗ്രൂപ്പ്. പിന്നെ countries marked in orange, the other central powers. And grey, neutral countries. Neutral തന്നെ രണ്ട് ഭാഗത്തും അല്ലാതെ നിൽക്കുന്നത്. അപ്പം ശരിയായി പറഞ്ഞാൽ വേൾഡ് വാർ വാസ് ഫോട്ട് ബിറ്റ്വീൻ ആലൈസ് ഓൺ വൺ സൈഡ്, ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ വരുന്ന ആലൈസ്. മറ്റേ സൈഡിൽ ആരായിരിക്കും? ജർമ്മനി നേതൃത്വം കൊടുത്തിരുന്ന സെൻട്രൽ പവേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമാണ്. ജർമ്മനിയോടാണല്ലോ എല്ലാവർക്കും പേര്. അപ്പോൾ ജർമ്മനിയാണ് ഒരു ഭാഗത്തെ പ്രധാനമായിട്ടൊരു ഫോഴ്സ്. ദേ ഹെഡഡ് ദ സെൻട്രൽ പവേഴ്സ്. ഓൺ ദി അതർ സൈഡ് allies were there. US ഒക്കെ allies-ലാണ് വരുന്നത്. You can see India നമ്മൾ ഗ്രീനിലാണ് കാണുന്നത്, ally support. കാരണം എന്തുകൊണ്ടാണ്? India was at that time a colony of Britain. So Indian soldiers went for war, Indian resources were used, the effects of war could be felt in India too. So that is how it becomes a global war, because the repercussions could be felt in colonies everywhere. You can see all these, a lot of places were colonies. അപ്പോൾ അവരിലൊന്നും യുദ്ധം നടക്കുന്നില്ല, അവിടെയൊന്നും ഇന്ത്യയിലൊന്നും യുദ്ധം നടക്കുന്നില്ല. പക്ഷേ എഫക്ട്സ് വെയർ ഫെൽറ്റ് ഓൺ എ ലാർജ് സ്കെയിൽ. നമ്മുടെ ഇക്കോണമിനെ ബാധിച്ചു, പലതിനെയും ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ബിക്കംസ് എ ഗ്ലോബൽ വാർ. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ഡിസ്കസ് ദ കോസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഗതി എങ്ങനെ തുടങ്ങി, ആരൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്നുള്ളതൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ പറയാം. Until then,